ഹനുമാനും അങ്കദനും അടങ്ങുന്ന സംഘം സീതയെ തിരഞ്ഞ് ചെന്ന് ഒരു ഗുഹയിൽപ്പെട്ടു. നോക്കുമ്പോൾ അവിടെ ഒരു താപസി ജടാവത്കലങ്ങൾ ധരിച്ചിട്ടുണ്ട്. പേര് സ്വയംപ്രഭ. വാനരന്മാരോട് വിശേഷങ്ങൾ ചോദിച്ചു. ഭക്ഷണമൊക്കെ കൊടുത്തു. വിശ്വകർമാവിൻ്റെ മകൾ ഹേമയുടെ സഖിയാണ്. തപസ് ചെയ്യുന്നു. ശ്രീരാമനെ കണ്ട് മോക്ഷം ലഭിക്കാൻ കാത്തിരിക്കുകയാണ്. വാനരന്മാരെ ഗുഹയ്ക്ക് പുറത്തെത്തിച്ചു. സ്വയംപ്രഭ നേരെ പോയി ശ്രീരാമചന്ദ്രനെ കണ്ടു. സദ്ഗതി നേടി. വാനരന്മാർ വീണ്ടും നടന്നു. മഹേന്ദ്രപർവ്വതത്തിന് സമീപത്തെത്തി. എത്ര ദിവസം കഴിഞ്ഞെന്ന് ഒരു നിശ്ചയവുമില്ല. സീതാദേവിയുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു ചെന്നാൽ ജീവൻ കാണില്ല. അതാണ് സുഗ്രീവാജ്ഞ. അതിലും ഭേദം ഉപവാസം കിടന്ന് മരണം വരിക്കുക തന്നെ. വാനരന്മാർ ദർഭയൊക്കെ വിരിച്ച് കിടപ്പായി. അപ്പോഴതാ ഗുഹയിൽ നിന്ന് സമ്പാതി എന്നു പേരായ കഴുകൻ പുറത്തു വന്ന് നോക്കുന്നു. കഴുകന് ചിറകില്ല. നോക്കുമ്പോൾ വാനരന്മാരിങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. കൊള്ളാം, ചിറകില്ലാതെ ഇര തേടാൻ കഴിയാത്ത എനിക്ക് ദൈവം കൊണ്ടുവന്നതാണ്. ഓരോ ദിവസവും ഓരോരുത്തരെ ആഹാരമാക്കാം. കഴുകൻ ആത്മകഥം ചെയ്തു. കുരങ്ങന്മാർക്ക് ആകെ വിഷമമായി. ഉപവാസം കിടന്ന് മരിക്കാമെന്ന് വെച്ചപ്പോൾ ഇതാ ഒരു കഴുകൻ കൊത്തി തിന്നാൻ വരുന്നു. എന്തൊരു ജീവിതമാണിത്! ശ്രീരാമന് വേണ്ടി ജീവൻ വെടിഞ്ഞ് ജഡായു എത്ര ഭാഗ്യവാൻ! ആരാണിത് ജഡായു എന്ന പേരുച്ചരിച്ചത്? കഴുകന്റെ കണ്ണുകളിൽ അത്ഭുതം. പറയൂ, ആരാണ് ജഡായുവെന്ന് പറഞ്ഞത്? ഇങ്ങടുത്ത് വരൂ, സമ്പാതി പറഞ്ഞു. അങ്കദൻ പേടിച്ച് അടുത്തു ചെന്നു. കഥകളൊക്കെ പറഞ്ഞു. ജഡായു ജീവൻ വെടിഞ്ഞ കാര്യം കേട്ട് സമ്പാതി കരച്ചിലായി. സഹോദരനാണവൻ. കണ്ടിട്ട് കാലം കുറേയായി. എനിക്കവൻ്റെ ഉദകക്രിയ ചെയ്യണം. സമുദ്രതീരത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? സമ്പാതി ചോദിച്ചു. വാനരന്മാർ സമ്പാതിയെ എടുത്ത് സമുദ്രതീരത്ത് കൊണ്ടുപോയി. ജ്യേഷ്ഠൻ അനുജന് ഉദകക്രിയ ചെയ്തു. എന്നിട്ട് പഴയൊരു കഥ പറഞ്ഞു. ഞാനും അനുജനും നല്ല അഹങ്കാരികളായിരുന്നു. എത്ര വേഗം എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ മത്സരിച്ചു. അങ്ങനെ പരമാവധി ഉയരത്തിൽ പറന്നു. സൂര്യൻ്റെ അടുത്തെത്തിയപ്പോൾ അനുജൻ്റെ ചിറകുകൾക്ക് തീ പിടിച്ചു. പെട്ടെന്ന് ഞാൻ അനുജനെ പൊതിഞ്ഞു പിടിച്ചു. എൻ്റെ ചിറക് കരിഞ്ഞ് ഞാൻ നിലത്ത് വീണു. ജഡായു രക്ഷപ്പെട്ടു. ഞാൻ നടന്ന് നിശാകാര മുനിയുടെ പർണശാലയിലെത്തി. മുനിയാണ് മഹേന്ദ്രപർവ്വതത്തിൽ താമസിക്കാൻ പറഞ്ഞത്. സീതാദേവിയെ തിരഞ്ഞു വരുന്ന വാനരന്മാർക്ക് വഴി പറഞ്ഞു കൊടുത്താൽ നിനക്ക് പുതിയ ചിറകുകൾ ലഭിക്കുമെന്ന് മുനി പറഞ്ഞിരുന്നു. സീതാദേവി എവിടെയാണെന്ന് ഞാൻ പറയാം. ത്രികുടാചലത്തിൻ്റെ മുകളിൽ ലങ്ക എന്നൊരു രാജധാനിയുണ്ട്. സമുദ്രമധ്യത്തിലാണത്. അതിലെ അശോകവനത്തിൽ സീത താമസിക്കുന്നു. രാക്ഷസികളാണ് കാവൽ. ഇവിടെ നിന്ന് 100 യോജന ദൂരം സമുദ്രം കടന്നാൽ ലങ്കയിലെത്താം. ഈ 100 യോജന കടക്കുന്നവർക്ക് സീതാദേവിയെ കണ്ടുവരാൻ കഴിയും. സമ്പാതി പറഞ്ഞു നിർത്തി. അത്ഭുതം! പക്ഷിശ്രേഷ്ഠന് പുതിയ ചിറകുകൾ ഉദ്ഭവിച്ചു. വാനരന്മാർക്ക് വിജയമാശംസിച്ച് സമ്പാതി ആകാശത്തേക്ക് പറന്നു മറഞ്ഞു. വാനരന്മാർ സമുദ്രതീരത്തെത്തി. 100 യോജന കടക്കണം, എന്നാലേ ലങ്കയിലെത്തൂ. അങ്കദൻ മുന്നോട്ട് വന്നു പറഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീര്യവും ബലവും വേഗവുമെല്ലാം ചേർത്ത് എത്ര ചാടാൻ കഴിയുമെന്ന് പറയണം. വാനരസേനയുടെ അഭിമാനം ഉയർത്തുന്നവൻ ശ്രീരാമചന്ദ്രന് ഏറ്റവും പ്രിയനായി വരുന്നത് ആരെന്നപ്പോഴറിയാം. വാനരന്മാർ പരസ്പരം നോക്കി. 10 ചാടുമെന്ന് ഒരുവൻ, 20 എന്ന് മറ്റൊരുത്തൻ, 30ഉം 40ഉം പറഞ്ഞവരുമുണ്ട്. ഒരാൾ 90 വരെ ചാടും. സമുദ്രം 100 യോജനയുണ്ട് താനും. പണ്ട് താൻ കുറെ ചുറ്റിയിട്ടുണ്ടെന്ന് ജാമ്പവാൻ. ഇപ്പോൾ വയസ്സായി, ചാടാൻ കഴിയില്ല. എങ്ങോട്ട് ചാടാമെന്ന് അങ്കദന് ഉറപ്പുണ്ട്. പക്ഷെ തിരിച്ചു വരാൻ പാടുപെടും. ചുരുക്കത്തിൽ ആരുമില്ല സമുദ്രം കടക്കാൻ. വാനരന്മാർ നിരാശരായി. ജാമ്പവാൻ ഹനുമാനെ ഒന്ന് നോക്കി. ചെറുചിരിയോടെ അടുത്തേക്ക് ചെന്നു. എന്താടോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടില്ലേ? കടൽ ചാടാൻ ആർക്കും കഴിയില്ല തന്നെ. എന്താ നീയൊന്നും പറയാത്തത്? ജാമ്പവാൻ ഹനുമാനോട് ചോദിച്ചു. ഹനുമാൻ ഒന്നും പറഞ്ഞില്ല. വീണ്ടും അപാരതയിലേക്ക് നോക്കിയിരുന്നു. ജാമ്പവാൻ പിന്നെയും പറഞ്ഞു. നീ വായുതനയനാണ്. അവനോളം വേഗവുമുണ്ട് നിനക്ക്. സിംഹത്തെ കൊന്ന് ഗർജനം മുഴക്കിയ കേസരി എന്ന വാനരശ്രേഷ്ഠൻ്റെയും അഞ്ജനയുടെയും മകൻ. ജനിച്ചു വീണപ്പോൾ തന്നെ 500 യോജന മേൽപോട്ട് സൂര്യനെ നോക്കി ചാടിയവൻ. ഒടുവിൽ ഇന്ദ്രന്റെ വജ്രായുധം താടിയിലേറ്റ് നിലം പതിച്ചപ്പോൾ അച്ഛനായ വായുദേവൻ നിന്നെയും കൊണ്ട് പോയി ഒളിച്ചു. ശ്വാസം കിട്ടാതെ ദേവകളും ത്രിമൂർത്തികളും വന്ന് ചിരഞ്ജീവിയാകട്ടെ എന്ന് വരം തന്നത് നീ മറന്നുപോയോ? വജ്രായുധം ഹനുവിൽ കൊണ്ടതിനാൽ ഹനുമാൻ എന്ന് പേര് ലഭിച്ചു. നിന്റെ കയ്യിലല്ലേ ശ്രീരാമചന്ദ്രൻ മോതിരം തന്നത്? നിന്റെ ബലമെന്തെന്ന് നിനക്കറിയില്ലേ? എഴുന്നേൽക്കവിടുന്ന്, സമുദ്രലംഘനം നടത്തൂ. സീതാദേവിയെ കണ്ടുവരൂ. ഹനുമാൻ അക്ഷരാർത്ഥത്തിൽ ഉണർന്നു. ലോകം ഞെട്ടുന്ന രീതിയിൽ സിംഹനാദം ചെയ്ത് ഭീമാകാരമായ രൂപം സ്വീകരിച്ചു. സമുദ്രം ഇപ്പം തന്നെ കടന്ന് ലങ്ക ചുട്ട് ഭസ്മമാക്കി രാവണനെ വധിച്ച് ദേവിയെയും കൊണ്ട് ഉടൻ വരാം. അല്ലെങ്കിൽ വേണ്ട, രാവണനെ ബന്ധിച്ച് ഇടത്തുകൈയിൽ വച്ച് ലങ്ക ഉൾപ്പെടുന്ന ത്രികുടാചലം വലത്തെ കൈയിലെടുത്ത് രാമപാദങ്ങളിൽ വെച്ച് തൊഴാം. ശ്രീരാമൻ്റെ മോതിരം കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കും. ഹനുമാൻ പറഞ്ഞു.
ജാമ്പവാൻ കൗതുകത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അതൊന്നും വേണ്ടടോ, പോയി ദേവിയെ കൊണ്ടുവാ. രാവണനെ രാമൻ വധിച്ചുകൊള്ളും. നീ ധൈര്യമായി പോകൂ. വായുദേവൻ കൂടെയുണ്ട്. പിന്നെ രാമാങ്കുലീയം കയ്യിലുണ്ട്. വിജയിച്ചു വാ. ജാമ്പവാൻ പറഞ്ഞു നിർത്തി. ഹനുമാൻ മഹേന്ദ്രാചലത്തിനു മുകളിൽ കയറി ഭൂമി കിടങ്ങുമാർ ഗർജിച്ചു. വാലുയർത്തി കരങ്ങൾ പരത്തി ലങ്ക നോക്കി ചാടി. ശ്രീരാമ കാര്യാർത്ഥമായി പോകുന്ന ഹനുമാന്റെ ബലമൊന്ന് പരീക്ഷിച്ചാൽ കൊള്ളാമെന്നായി ദേവകൾക്ക്. ഹനുമാനെ പരീക്ഷിക്കാൻ നാഗമാതാവായ സുരസയെ വിട്ടു അവർ. ഹനുമാൻ പോകുന്ന വഴി വാ പിളർന്നു നിന്ന് സുരസ, ഇതുവഴി പോകുന്നവരെ പിടിച്ചു തിന്നാനാണ് എന്നോട് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത്. നല്ല വിശപ്പുമുണ്ട്. വരൂ കബീവര, എനിക്ക് ഭക്ഷണമാകൂ, സുരസ പറഞ്ഞു. ഇതെന്ത് കഷ്ടമെന്ന് ഹനുമാൻ. പോയി സീതയെ കണ്ടതിനു ശേഷം രാമനോട് കാര്യം പറഞ്ഞു വന്ന് സുരസയ്ക്ക് ആഹാരമാകാമെന്ന് പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല. നല്ല വിശപ്പ്. ഹനുമാനെ തിന്നേ പറ്റുമെന്ന് സുരസയും. എങ്കിൽ പിന്നെ എന്നെ തിന്നാനുള്ള വായുണ്ടോ നിങ്ങൾക്ക്? ഹനുമാൻ ഒരു യോജന വളർന്നു. ദാ കണ്ടോ എന്ന് പറഞ്ഞ് വായ് 5 യോജന വിസ്തൃതിയിലാക്കി സുരസ. ഹനുമാൻ അപ്പോൾ 10 യോജന വളർന്നു. സുരസ വാ 20 യോജന പിളർന്നു. എന്നാൽ ദേ നോക്കൂ, 30 യോജനയായി ഹനുമാൻ. വിടില്ല ഞാനെന്ന് പറഞ്ഞ് സുരസ 50 യോജന വാ വലുതാക്കി. ഹനുമാൻ വിരലോളം ചെറുതായി വായിൽ കയറി ചെവിയിൽ കൂടി പുറത്തു വന്നു. സുരസയെ നമസ്കരിച്ചു. സുരസ പൊട്ടിച്ചിരിച്ചു. പരീക്ഷിക്കാൻ ദേവകൾ അയച്ചതാണെന്നുള്ള കാര്യം പറഞ്ഞു. ഹനുമാനെ അനുഗ്രഹിച്ച് ദേവലോകത്തേക്ക് തിരിച്ചുപോയി. ഹനുമാൻ യാത്ര തുടർന്നു.